ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CHSൻ്റെ ഒരു പ്രീവിയസ് പേപ്പറാണ്. അതിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 13 ഒക്ടോബർ 2020 നടന്ന ഷിഫ്റ്റ് 2ൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യം ഈ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Rupees 4,000 is given at 5% per annum for 1 year and interest is compounded half yearly. Rupees 2,000 is given at 40% per annum compounded quarterly for 1 year. The total interest received is nearest to. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4,000 രൂപ 5% പെർ ആനത്തിന് ഒരു ഇയർ കൊടുത്തു. പക്ഷേ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഹാഫ് ഇയർലി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം. റേറ്റ് എന്ന് പറഞ്ഞാൽ പകുതിയാകും, അതെന്തായി 2.5% ആകും. ഇയർ എന്ന് പറഞ്ഞാൽ ഇരട്ടിയാകും. അപ്പോൾ ഇയർ എന്തായി? അവിടെ 1 ഇയർ ആയിരുന്നു, ഇയർ 2 ആയി. ഓക്കെ ആണല്ലോ. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇനി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കി, 4,000ൻ്റെ 10%. 4,000ൻ്റെ 10% എത്രയാണ്? 400 ആണ് അല്ലേ? 10% 400 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി ആകുമ്പോഴെന്താവും? 5% ആയി അല്ലേ? 5% എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി എടുക്കുക, 200. അങ്ങനെയാണെങ്കിൽ 2.5% എത്രയായി? 2.5% എന്ന് പറയുന്നത് വീണ്ടും ഇതിൻ്റെ പകുതി എത്രയാണ്? 100. ഓക്കെ, അപ്പോൾ 4,000ൻ്റെ 2.5% 100 ആണ്. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം 4,000 എത്രയാണ്? 4,000 2 വർഷത്തേക്ക്, 2 ഇയേഴ്സ്. അപ്പോൾ ഇങ്ങനെ എഴുതുക, 1 2. ഇനി 4,000 ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? 4,000ൻ്റെ 2.5% എത്രയാണ്? 100. രണ്ടാമത്തെ വർഷം 100. സിമ്പിൾ ഇൻട്രസ്റ്റിന് മാറ്റമില്ല. ഇനി കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ വർഷം എന്താണ്? ഈ 100ൻ്റെയും കൂടി 2.5% വരും അല്ലേ? അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 100 ആയി. വീണ്ടും കൂട്ടുപലിശ 100ൻ്റെ 2.5% എന്ന് പറയുന്നത് എന്താണ്? 2.5 ആണ്. ഓക്കെ, 100ൻ്റെ 2.5% 2.5 ആണ്. അപ്പോൾ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 100 + 100 200 + 2.5 202.5. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? ടോട്ടൽ 202.5. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ്? 2,000 ആണ്. 2,000 ആണ് കൊടുക്കുന്ന എമൗണ്ട്. 40% ആണ് റേറ്റ്. പക്ഷേ എന്താണ്? കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്. ഓക്കെ, ഫോർ 1 ഇയർ. അപ്പോൾ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേറ്റ് എന്താകും? 1/4 ആകും. എന്ന് വെച്ചാൽ എത്രയായി? 10%. ഇയർ എന്താവും? 4 ഇയർ അല്ലേ? ഇയർ 4 ഇരട്ടിയാകും. റേറ്റ് 1/4 ആകും. അപ്പോൾ നോക്കിയേ, റേറ്റ് 10% ആയി. 40/4 10. ഇയർ 1 × 4 4, 4 ഇരട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾ എത്രയായിരുന്നു? 2,000 ആണ്. ഓക്കെ, ഇനി 10%ൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 2 വർഷത്തേക്ക് എത്ര വരും? 21 വരും. എങ്ങനെയാണെന്നല്ലേ? ഇപ്പോൾ എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ ഫോമുല ഞാൻ ഒരുപാട് വർഷം പറഞ്ഞതാണ്. ഇവിടെ നോക്കിയാൽ R = A + B + AB/100. ഇതാണ് എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ ഫോമുല, എഫക്റ്റീവ് റേറ്റിൻ്റെ ഫോമുല. അപ്പോൾ നോക്കിയാൽ, അപ്പോൾ 2 വർഷത്തേക്ക് 10% 2 വർഷത്തേക്ക് എത്രയാകും? 21% ആകും അല്ലേ? 10 + 10 + 10 × 10/100. ഇനി 3 വർഷത്തേക്കാണെങ്കിലോ 33.1%. 4 വർഷത്തേക്കാണെങ്കിലോ 46.41%, 46.41%. ഓക്കെ, എങ്ങനെയാണെന്നല്ലേ? ഇപ്പോൾ 2 വർഷത്തേക്ക് 21% നമുക്ക് കിട്ടി, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ. ഇനി മൂന്നാമത്തെ വർഷം എങ്ങനെ നോക്കുക? ഇവിടെ നോക്കിയേ, 2 വർഷത്തേക്ക് നമുക്ക് 21 കിട്ടി, പ്ലസ് മൂന്നാമത്തെ വർഷം ഇനി ഓരോ വർഷം 10% ആണ്. ഓക്കെ, അപ്പോൾ 2 വർഷത്തേക്ക് എഫക്റ്റീവ് 21, പിന്നത്തെ ഒരു വർഷം 10% ആണ്. അപ്പോൾ നോക്കിയേ, 2 + 1 ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കുക ഈ ഫോർമുല വെച്ചിട്ട്. എക്ക് 21 ഇട്ട് കൊടുക്കുക, ബിക്ക് 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? 33.1 കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 21 + 10 31 + 21 × 10/100 2.1. അപ്പോൾ എത്ര? 33.1 കിട്ടും 3 വർഷത്തേക്ക്. ഇനി 4 വർഷത്തേക്കാണെങ്കിലോ
2+2 ആണ് അല്ലേ? 2 വർഷത്തേക്കുള്ള എഫക്റ്റീവ് പെർസെൻറ്റേജ് എഫക്റ്റീവ് റേറ്റ് 21 ആണ്, പ്ലസ് 2 വർഷത്തേക്ക് 21 ആണ്. അപ്പോൾ ഈ 21ൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 21 + 21 42 പ്ലസ് 21 × 21/100. 21 × 21 441 ആണ്. ബൈ 100 ചെയ്താൽ 4.41. അപ്പോൾ ഇവിടെ ആഡ് ചെയ്താൽ 21 + 21 + 4.41. അപ്പോൾ എത്ര കിട്ടും? 46.41%. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിരിക്കും. ഒന്നുകൂടി എഴുതാം. റേറ്റ് 10% ആണെങ്കിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നോക്കിയേ, 2 വർഷത്തേക്ക് എത്രയാകും എഫക്റ്റീവ് റേറ്റ്? 21. 3 വർഷത്തേക്ക് എഫക്റ്റീവ് റേറ്റ് 33.1% ആണ്. 4 വർഷത്തേക്ക് എത്രയാകും? 46.41%. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റേറ്റ് കിട്ടി. എത്രയാണ്? 46.41% ആണ് 4 വർഷത്തേക്ക്. ഇൻറ്റു 2000 ചെയ്താൽ എന്ത് കിട്ടി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ സെക്കൻഡ് കേസിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് തുക? 2000 ഇൻറ്റു എഫക്റ്റീവ്, ടോട്ടൽ എഫക്റ്റീവ് റേറ്റ് എത്ര കിട്ടി? 46.41%. അപ്പോൾ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി ചെയ്യാം. 20 ഇൻറ്റു 46.41 എത്ര കിട്ടും? 2, 8, 12, 928.2 കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 928.2 ആണ്. ഫസ്റ്റ് കേസിൽ 202.5 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1130.7 കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഡെസിമൽ യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. ഇവിടെ 0.5 ആണ്, ഇവിടെ 0.2 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0.7 കിട്ടും. 0.7 കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് 202.5 പ്ലസ് 928.2 7 10 3 11 1130.7 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ നമ്പർ 59A44B is divisible by 36, then maximum value of A plus B is. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 36 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 36ൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 9 × 4 ആണ് 36. അപ്പോൾ 9ഉം 4ഉം ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ നമ്പർ 9 വെച്ചും ഡിവിസിബിൾ ആവണം, 4 വെച്ചും ഡിവിസിബിൾ ആവണം. ഓക്കെ, അപ്പോൾ 9 വെച്ച് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? സം ഓഫ് ഓരോ നമ്പേഴ്സിൻ്റെയും എന്താണ്? 9ൻ്റെ ഓരോ നമ്പേഴ്സ് അല്ല, ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ, ഡിജിറ്റ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഡിജിറ്റ്സിൻ്റെ സമ്മ് നോക്കാം. 5 + 9 14, 14 + 4 18, 18 + 4 22. അപ്പോൾ 22 + A + B എന്താവണം? 9ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് നോക്കാം. ഇനി ഡിവിസിബിലിറ്റി ബൈ 4 നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 4 എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നോക്കി, ലാസ്റ്റ് 2 ഡിജിറ്റ് വരുന്നത് 4B ആണ്. അപ്പോൾ ആദ്യം ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. B = 0 അല്ലേ? 40 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ B = 0 വന്നാൽ A = എത്ര വരും? ഇത് B = 0 വന്നാൽ 22 + A വരും. 22 + A, 9ൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ 27 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, എയുടെ വാല്യൂ 5 ആയിരിക്കും. അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ എന്ത് വരും? B ഇവിടെ ശ്രദ്ധിക്കുക, B നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 5 ആയിരിക്കും. ഇത് എത്രയാണ് കിട്ടേണ്ടത്? 27. അപ്പോൾ A + B, ഫസ്റ്റ് കേസിൽ A + B എത്രയാണ്? ഫസ്റ്റ് കേസിൽ A + B 5 ആണ്. ഓക്കെ, ഇനി അടുത്ത കേസിൽ B നോക്കിയാൽ ബിക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? 44, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ B 4 ആകുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. B 4 ആകുമ്പോൾ എത്ര വരും? 26 പ്ലസ്, ഓക്കെ ഇങ്ങനെ എഴുതാണ്, 26 + A. 26 + A, തൊട്ടടുത്ത 9ൻ്റെ മൾട്ടിപ്പിൾ 27 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്തായി? 1 ആയി. അപ്പോൾ 27 കിട്ടും. അപ്പോൾ നോക്കിയേ, B 4 ആണെങ്കിൽ എയുടെ വാല്യൂ 1, അവിടെയും A + B എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ, അടുത്ത കേസിലും A + B 5 ആയി.
ഇനി അടുത്ത പോസിബിൾ വാല്യൂ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. 48 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ 8 ഇട്ട് നോക്കാം. അപ്പോൾ എന്ത് വരും? ബിയുടെ വാല്യൂ 8 ഇട്ടാൽ എന്ത് വരും? 22 + 8 30 + a. അപ്പോൾ 30 + a അതിൻ്റെ തൊട്ടടുത്ത 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് 36 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും? എയുടെ വാല്യൂ 6 ആയിരിക്കും. അങ്ങനെയാണ് 36 വരുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ 8 ആണെങ്കിൽ എയുടെ വാല്യൂ 6. അങ്ങനെയാണെങ്കിൽ a + b എന്ത് കിട്ടി? a + b എന്ന് പറയുന്നത് 14 ആണ്. അതാണ് മാക്സിമം വരാവുന്ന വാല്യൂ. അപ്പോൾ ഓപ്ഷൻ ബി ഉത്തരം 14 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ മാർക്സ് ഹിസ് 40 items at 20% more than that of the cost price. He sells 10 items at a discount of 10% and 20 items at a 15% discount on the mark price. What is the maximum discount he can offer on the remaining items if he still gets some profit? അപ്പോൾ ഇവിടെ എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ആദ്യം 40 items ഉണ്ട് ഒരാളുടെ കയ്യിൽ അല്ലേ? 40 items ഉണ്ട്. ഇനി മാർക്ക് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടും 20% കൂടുതലാണ് അല്ലേ? 20% മോർ ദാൻ ദാറ്റ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ 20% ഫ്രാക്ഷൻ നമുക്കറിയാം. 20% ഫ്രാക്ഷൻ 1/5 ആണെങ്കിൽ അല്ലേ? 1/5 ആണ്. 20% ഫ്രാക്ഷൻ 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ സി പി എം പി ഇനി ഇവിടെ എസ് പി. ഓക്കെ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇങ്ങനെ വരിക. അപ്പോൾ നോക്കിയേ, അപ്പോൾ 20% 1/5 ആണെങ്കിൽ സി പി എന്ന് പറയുമ്പോൾ എന്തെടുക്കാം? 5 ആണെങ്കിൽ എം പി എന്നാൽ എന്തായി? 6 ആയി. ഓക്കെ ആണല്ലോ. 20% എന്ന് പറഞ്ഞാൽ ഇവിടെ സി പി 5 ആണെങ്കിൽ എം പി എന്ന് പറഞ്ഞാൽ ഈ 1 കൂടുതലായിരിക്കും. 5 + 1 6 ആയി. ഓക്കെ ആണല്ലോ, മനസ്സിലാക്കാം. ഇനി ആദ്യം ഹി സെൽസ് 10 items at 10% ഡിസ്കൗണ്ട്. അപ്പോൾ നോക്കി, ആദ്യം വിൽക്കുന്നത് 10 items ആണ്. അപ്പോൾ സി പി 5 ആണ്. അങ്ങനെയാണെങ്കിൽ 10 items സി പി എത്രയായിരിക്കും? 50. ഓക്കെ ആണല്ലോ. ഇനി മാർക്ക് പ്രൈസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ 10 items മാർക്ക് പ്രൈസ് എത്രയാണ്? 60. ഓക്കെ, ഇനി ഇത് വിൽക്കുന്നത് 10% ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ 60ൻ്റെ 10% ഡിസ്കൗണ്ട് എടുക്കുക. എത്രയാണ് 60ൻ്റെ 10%? 6 ആണ്. 6 കുറച്ചാൽ എന്ത് കിട്ടി? 54. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എത്ര ഐറ്റംസ് ആണ് വിൽക്കുന്നത്? അടുത്ത് 20 items ആണ് വിൽക്കുന്നത്. 20 items. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 20 × 5 എത്രയായി? 100 ആയി. മാർക്ക് പ്രൈസ് 20 × 6 എത്രയായി? 120 ആയി. ഇനി എത്ര ശതമാനം ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത്? 15% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ? 15% ഡിസ്കൗണ്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്കുക, 120ൻ്റെ 10% എത്രയാണ്? 12 അല്ലേ? അപ്പോൾ 10% 12 ആണെങ്കിൽ 5% അതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ. അപ്പോൾ എത്രയാണ്? 6. അങ്ങനെയാണെങ്കിൽ 15% എത്രയായി? 18. അപ്പോൾ 18 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത്. 120ൽ നിന്ന് 18 കുറച്ചാൽ എത്രയായി? 102 ആയി. ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ള റിമൈനിങ് ഐറ്റംസ് 10 + 20 30 മൊത്തം 40 items ഉണ്ട്. ഇനി ബാക്കി എത്രയാണ്? 10 items ആണ്. 10 items കോസ്റ്റ് പ്രൈസ് 50 ആണ്. ഓക്കെ, ഇനി മൊത്തം കോസ്റ്റ് പ്രൈസ് നിങ്ങൾ നോക്കുക. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയായി? 50 + 100 150 + 50 200. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് 200 ആയി. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 200 ആയി. ഇനി നമുക്ക് പ്രോഫിറ്റ് എത്രയും തന്നിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഹീ സ്റ്റിൽ ഗെറ്റ്സ് സം പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സം പ്രോഫിറ്റ്. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് എത്ര കൊടുത്താലാണ് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും പ്രോഫിറ്റ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സി പി = എസ് പി. ഓക്കെ, അപ്പോൾ സി പി = എസ് പി ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 156 ആണ്. ടോട്ടൽ എസ് പി എടുക്കുക. 54 + 102 എന്ന് പറയുന്നത് 156 ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 200 = 200 വന്നാലാണ് ഒരു പ്രോഫിറ്റും ഇല്ലാതിരിക്കുന്നത് അല്ലേ? അപ്പോൾ 200 = 156 പ്ലസ് എത്ര വന്നം? ഇവിടെ 200 വരാനായിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ എസ് പി 44 ആണെങ്കിൽ, അതായത് സി പി 50, മാർക്ക് പ്രൈസ് 10 items മാർക്ക് പ്രൈസ് എത്രയാണ്? 60 ആയിരുന്നു.
ഇനി ഇവിടെ നോക്കിയേ, 44 ആയിരുന്നെങ്കിൽ ഇവിടെ 156 + 44 എത്ര വന്നേനെ? 200 വന്നേനെ അല്ലേ? 200 വന്നേനെ. അപ്പോൾ എന്തായി? കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആയി. അപ്പോൾ എന്താ? ഒരു പ്രോഫിറ്റും ഇല്ല. ഓക്കെ, ഒരു പ്രോഫിറ്റും ഇല്ല. അപ്പോൾ ഈ 44 എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണെന്ന് നോക്കുക. അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഡിസ്കൗണ്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അതായിരിക്കും നമ്മുടെ ഉത്തരം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയേ, 60 രൂപയുടെ സാധനം 44 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എത്ര? 16 രൂപ കുറച്ചു. 16 രൂപ കുറച്ചു. എത്രയിൽ നിന്നാണ്? 60 നിന്നാണ്. ഇൻറ്റു 100. ഇത് ചെയ്താൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടും. നോക്കിയേ, 0 കട്ട് ചെയ്തു. ഇത് 8, ഇത് 3. 80/3 ആണ്. 80/3 എന്ന് പറയുന്നത് 26 2/3. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, മാക്സിമം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് 26 2/3. അതായത് അദ്ദേഹത്തിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ഏതാ? ഈ ഡിസ്കൗണ്ടിൽ. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കി, 26 2/3 ഡിസ്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ 10 ഐറ്റംസ് 44 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി? CP = SP ആയി. ഓക്കെ, അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് 26 2/3 ആണ്. ഇതിൻ്റെ തൊട്ട് കുറവുള്ള ഡിസ്കൗണ്ട് ഇവിടെ ഏതാണെന്ന് നോക്കുക. 26 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ 26 ഡിസ്കൗണ്ടിൽ കൊടുത്താൽ 44-നെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ തുക കിട്ടും. അപ്പോൾ നോക്കിയാൽ ഇത് 200-നെക്കാട്ടും കുറച്ചും കൂടി മേലെയായി. അദ്ദേഹത്തിന് എന്തായാലും എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ ഉത്തരം 26 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A can finish a piece of work in a certain number of days. B takes 45% more number of days to finish the same work independently. They worked together for 58 days and then the remaining work was done by B alone in 29 days. In how many days could A have completed the work had he worked alone? Okay, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ A can finish a piece of work in certain number of days എന്ന് തന്നിട്ടുണ്ട്. B takes 45% more number of days to finish the same work independently എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A ഒരു വർക്ക് 100% ദിവസം എടുക്കുമെങ്കിൽ B എത്ര ദിവസം എടുക്കും? 145% എടുക്കും ഡേയ്സ്. ഓക്കെ, 145% ഡേയ്സ് എടുക്കും. ഓക്കെ ആണല്ലോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ വർക്ക് കോൺസ്റ്റൻ്റ് ആണ്. വർക്കിൻ്റെ ഫോർമുല വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലേ? എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് വർക്ക്. അപ്പോൾ നോക്കിയേ, എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ വർക്ക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡേയ്സ് എന്നാണ്. ഓക്കെ, എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡേയ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? എഫിഷ്യൻസി എന്താണോ ഡേയ്സ് തിരിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേയ്സ് ആണിത്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എയുടെയും ബിയുടെയും എഫിഷ്യൻസി എങ്ങനെ വരും? എഫിഷ്യൻസി തിരിഞ്ഞു വരും. എക്ക് 145% ആവും, ബി എത്രയാണ്? 100% ആകും. ഇതാണ് എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് റേഷ്യോ ആണ്. നമുക്കൊന്നും കൂടി കട്ട് ചെയ്യാം. ഇത് എത്ര കിട്ടും? 29. 5 വെച്ച് കട്ട് ചെയ്താൽ 29, ഇത് 20. അപ്പോൾ എയുടെ എഫിഷ്യൻസി 29 ആണെന്ന് സങ്കല്പിക്കുക. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 20 ആണെന്ന് സങ്കല്പിക്കുക. ഇനി നമുക്ക് ബാക്കി നോക്കാം. ദേ വർക്ക് ടുഗദർ ഫോർ 58 days. അപ്പോൾ രണ്ടുപേരും കൂടി ആദ്യം 58 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ രണ്ടുപേരുടെയും ടോട്ടൽ എഫിഷ്യൻസി എത്രയായി? 49. ഓക്കെ ആണല്ലോ? 49 ഇൻറ്റു 58 ചെയ്താൽ അത്രയും വർക്കായി. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ബാക്കി റിമൈനിങ് വർക്ക് ആരാ ചെയ്യുന്നത്? ബി ആണ്. എത്ര ദിവസം കൊണ്ട്? 29 ദിവസം കൊണ്ട്. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 29 ദിവസം ആരാണ് വർക്ക് ചെയ്യുന്നത്? അയാളുടെ എഫിഷ്യൻസി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയായി? 29 ഇൻറ്റു 20 ബിയുടെ. ഓക്കെ, ബിയുടെ എഫിഷ്യൻസി. ഓക്കെ ആണല്ലോ? ഇതിപ്പോൾ എന്തായി? ടോട്ടൽ വർക്കായി. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. ഒന്നുകൂടി പറയാം. ഇവരുടെ എഫിഷ്യൻസി ഇപ്പോൾ 100% എ വർക്ക് ചെയ്യുമെങ്കിൽ ഡേയ്സ് എടുക്കുമെങ്കിൽ ബിക്ക് 145% വേണം. കാരണം എന്താ? 45% കൂടുതലെടുക്കും. ഇനി അപ്പോൾ എഫിഷ്യൻസി തിരിഞ്ഞു വരും. 145% 100ആയി, 29 20ആയി. ഇനി രണ്ടുപേരും കൂടി കമ്പൈൻഡ് ആയിട്ട് ആദ്യം 58 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി 49 ഇൻറ്റു 58 അത്രയും വർക്ക്
പ്ലസ് ബാക്കി വർക്ക് എന്ന് പറയുന്നത് 29 ദിവസം കൊണ്ട് ആരാണ് തീർക്കുന്നത്? ബി ആണ്. അപ്പോൾ 29 ഇൻറ്റു ബിയുടെ എഫിഷ്യൻസി 20 ആണ് ബാക്കി വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് എയുടെ ഡേയ്സ് ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എയുടെ എഫിഷ്യൻസി ചെയ്താൽ എന്തായി? ഡേയ്സ് കിട്ടും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 29 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 49 ഇൻറ്റു 58 ഡിവൈഡഡ് ബൈ 29 എന്ന് പറയുന്നത് 49 ഇൻറ്റു 2 ആണ്. പ്ലസ് ഇവിടെ 29 ക്യാൻസൽ ചെയ്യും, പ്ലസ് 20. അപ്പോൾ 49 ഇൻറ്റു 2 98 പ്ലസ് 20 എത്രയാണ്? 118 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. അപ്പോൾ എ ക്യാൻ ഡു ദ വർക്ക് ഇൻ 118 days. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4 ഈക്വൽ ടു 257 ബൈ 16. ഇഫ് എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4 ഈക്വൽ ടു 257 ബൈ 16. ഫൈൻഡ് 8 ബൈ 13 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ചോദിച്ചതിനെക്കാളും വ്യത്യാസമൊന്നുമില്ല. എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4 തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിച്ചേ മതിയാകും. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഫൈനൽ പൊസിഷൻ, ഫൈനൽ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എക്സ് പ്ലസ് 1 ബൈ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന്. ഓക്കെ, അതെങ്ങനെ ചെയ്യും? ഇതെന്തായാലും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ കൺസെപ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു 2 ആഡ് ചെയ്തു. ഓക്കെ, 2 ആഡ് ചെയ്താൽ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനായി? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനായി. ഇതെന്ത് കിട്ടും? 289 ബൈ 16 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് എടുക്കുക, 17 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ, ഇത്രയും മനസ്സിലാക്കുക. ഇനി ഈ സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്യുക. ഞാനിവിടെ ഒരു +2 ആഡ് ചെയ്തു, ഇവിടെയും ഒരു +2 ആഡ് ചെയ്തു. ഇവിടെ നോക്കിയേ, ഇതെന്താണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാണ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതെന്ത് കിട്ടും? 25 ബൈ 4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 ബൈ 4. അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്ത് കിട്ടി? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈക്വൽ ടു 5 ബൈ 2 എന്ന് കിട്ടും അല്ലേ? സ്ക്വയർ റൂട്ട് എടുത്താൽ 5 ബൈ 2 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ കെ ക്യൂബ് മൈനസ് 3k ആണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക, എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കെ ക്യൂബ് മൈനസ് 3k ആണ്. ഇനി ഒരു ഇൻഫോർമേഷൻ കൂടി പറയാം. എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു കെ ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് കെ ക്യൂബ് പ്ലസ് 3k ആണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക, എക്സ് മൈനസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് കെ ക്യൂബ് പ്ലസ് 3k ആണ്. ഓക്കെ ആണല്ലോ, നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇവിടെ കേക്ക് വരെ എന്താണ്? 5 ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? കെ ക്യൂബ്, അതായത് 5 ബൈ 2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ബൈ 8 ആണ്, മൈനസ് 3k, അതായത് 3 ഇൻറ്റു 5 ബൈ 2 എത്രയാണ്? 15 ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി LCM 8 ആണ്. അപ്പോൾ ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 125 ബൈ 8 മൈനസ് 60 ബൈ 8. അപ്പോൾ 125 മൈനസ് 60 എത്രയാണ്? 65 ഡിവൈഡഡ് ബൈ 8. പക്ഷേ ചോദ്യം അതല്ല. 8 ബൈ 13 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 8 ബൈ 13 മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 8 ബൈ 13. 8 8 ക്യാൻസലായി പോയി. 13 ഇൻറ്റു 5 65. ഓക്കെ, 13 ഇൻറ്റു 5 65. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സി കെ ഇസ് ഈക്വൽ ടു റൂട്ട് 11 ബൈ 3, then find the value of cosec square a plus tan square a divided by sin square a plus cot square a. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റേഷ്യോ വരുമ്പോൾ, ട്രിഗ്നോമെട്രിക് റേഷ്യോ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇപ്പോൾ സി കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്. അവിടെ ആ റേഷ്യോ മാർക്ക് ചെയ്യുക, കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുക അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. സി കെ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൽ റൂട്ട് 11, അഡ്ജസൻറ്റിൽ 3. ഇപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇതെന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് 2 കിട്ടും. ഓക്കെ, എന്നിട്ട് ആ റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ആ റേഷ്യോ ഒന്ന് നോക്കിയാൽ നമുക്കൊന്ന് എഴുതാം.
cosec square a plus tan square a divided by sin square a plus cot square a ആണ്. sin square a ഞാൻ എന്ത് ചെയ്തു 1 by cosec square a എന്ന് എഴുതി പ്ലസ് cot square a നെ 1 by tan square a എന്ന് എഴുതി. അങ്ങനെ എഴുതാമല്ലോ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? cosec square a പ്ലസ് tan square a divided by tan square a plus cosec square a divided by tan square a into cosec square a. ഓക്കെ ആണല്ലോ. ഇനി ഇതിങ്ങോട്ട് തിരിഞ്ഞു വരും, ഇതും ക്യാൻസലാകും. ഇതിൻ്റെ ആൻസർ എന്താണ്? tan square a into cosec square a. ഓക്കെ, tan square a into cosec square a. നമുക്കറിയാം tan square a എന്ന് പറഞ്ഞാൽ എന്താണ്? sin square a by cos square a ആണ്. ഇനി ഇൻറ്റു cosec square a എന്ന് പറഞ്ഞാൽ 1 by sin square a ആണ്. sin square ക്യാൻസൽ ആയിപ്പോയി. 1 by cos square a എന്ന് പറഞ്ഞാൽ എന്താണ്? sec square a ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? sec square a ആണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. sec a റൂട്ട് 11/3 ആണ്. അപ്പോൾ sec square a എന്താണ്? 11/9. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് a plus b equal to 8, a plus a square b plus b plus ab square equal to 128, then the positive value of a cube plus b cube is equal to. അപ്പോൾ a plus b equal to 8 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ എന്ത് ചെയ്തു? ഈ a plus b കമ്പൈൻ ചെയ്തു. ഈ a plus b പ്ലസ് ഇനി ഇവിടെ നോക്കിയേ എ സ്ക്വയർ ബി എ ബി സ്ക്വയർ, അവിടെ എ ബി കോമൺ ആണ്. സോ എ ബി ഇൻറ്റു എന്ത് വരും? എ ബി പുറത്തെടുത്താൽ എ ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. ഇനി ഇതെന്താണ്? 128 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടേമിനെ ഇങ്ങനെ എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പ്ലസ് ബി 8 ആണ്. സോ 8 പ്ലസ് 8 ഇൻറ്റു എ ബി ഈക്വൽ ടു 128. 8 എ ബി ഈക്വൽ ടു 120. എ ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 15. അപ്പോൾ എ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 15 കിട്ടി. ഓക്കെ, ഇനി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എക്സ് പ്ലസ് 1/x ഈക്വൽ ടു കെ, അത് ഈ ഫോർമുലയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി 8 ആണ്. 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 ആണ്. മൈനസ് 3 ഇൻറ്റു എ ബി 3 ഇൻറ്റു 15 45 ആണ്. 45 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 360 ആണ്. അപ്പോൾ 512 മൈനസ് 360 എന്ന് പറഞ്ഞാൽ 152 ആണ്. ഓക്കെ, അപ്പോൾ 152 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ഫിഗർ ആംഗിൾ DAB പ്ലസ് CBA ഈക്വൽ ടു 90 ഡിഗ്രി, BC ഈക്വൽ ടു AD, AB ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ, CD ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, then find the area of quadrilateral ABCD. ഓക്കെ, ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഗർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. ഇതാണ് ഫിഗർ. എ ബി, ഈ പോയിൻ്റ് സി, ഈ പോയിൻ്റ് ഡി. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ABCDയുടെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഞാനിവിടെ സി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് ഓൺ ലൈൻ AD അറ്റ് എ പോയിൻ്റ് ഇ. ഓക്കെ, സി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കാം. DAB എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ പ്ലസ് CBA എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ. ഓക്കെ, ആ രണ്ട് ആംഗിളും എന്താണ്? 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ട്രയാംഗിൾ ABE കൺസിഡർ ചെയ്താൽ എന്താണ്? 3 ആംഗിളിൻ്റെ സം 180 ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. ഇനി ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ഈ ആംഗിളും 90 ഡിഗ്രി ആണ്. ലീനിയർ പെയർ അല്ലേ? ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് റൈറ്റ് ട്രയാംഗിൾ കിട്ടി. ABE ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ECD മറ്റൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ഓക്കെ ആണല്ലോ.
ഇനി ബി സി ഈക്വൽ ടു എ ഡിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബി സി എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ ഡി എന്താവും, എ ഡിയും എക്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഡി ഇ എ ആയിട്ട് എടുക്കാൻ നോക്കുക, എ. ഓക്കെ, ഡി ഇ എ ആയിട്ട് എടുത്തു. ഇനി ഇ സി എന്നുള്ളത് വൈ ആയിട്ട് എടുത്തു, ഇ സി വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇ സി വൈ ആയിട്ട് എടുത്തു. ഇനി എന്താ, രണ്ട് ട്രയാങ്കിളുടെയും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് സം ചെയ്താൽ എന്തായി, ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ആയി. ഇനി ട്രയാങ്കിൾ ഇ എ ബി, റൈറ്റ് ട്രയാങ്കിൾ ഇ എ ബി എടുക്കുകയാണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. എ ബി സ്ക്വയർ, എ ബി ഈക്വൽ ടു 20 തന്നിട്ടുണ്ട്. അപ്പോൾ 400 ഈക്വൽ ടു ഇ എ സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ ഇ ബി എയിലെ പൈതഗോറസ് തിയറം. ഇനി 400 ഈസ് ഈക്വൽ ടു അപ്ലൈ ചെയ്യുക. ഇ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി, ഇ എ സ്ക്വയർ എക്സ് മൈനസ് എ ആണ്. അപ്പോൾ എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ. ഇ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ഇ ബി എക്സ് പ്ലസ് വൈ ആണ്. സോ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുക. 400 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ax പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, 400 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്തായി, 2x സ്ക്വയർ മൈനസ് 2ax പ്ലസ് 2xy. ഇനി ബാക്കിയുള്ളത് എന്താണ്, എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ ഡി ഇ സി കൺസിഡർ ചെയ്യുക. റൈറ്റ് ട്രയാങ്കിൾ ഡി ഇ സി കൺസിഡർ ചെയ്താൽ നോക്കിയാൽ ഹൈപ്പോട്ടന്യൂസ് സി ഡി ആണ്. സി ഡി സ്ക്വയർ ഈക്വൽ ടു, സി ഡി 10 തന്നിട്ടുണ്ട്. അപ്പോൾ 100 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ 100 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 100 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് 100. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടി, 2x മൈനസ് 2ax പ്ലസ് 2xy ഈക്വൽ ടു 300. ഓക്കെ, ഈക്വൽ ടു 300. 2 കോമൺ എടുക്കാം. എക്സ് മൈനസ് ഇവിടെ നോക്കി, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 150. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 150 അങ്ങനെ കിട്ടി. ഇനി അപ്പോൾ നിങ്ങൾ ഈ ടേം ഒന്ന് ഓർത്തിരിക്കുക, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 150. ഓക്കെ ആണല്ലോ. ഇനി ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ എ ബി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്, സി ഇ ഡി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളുടെയും ഏരിയ സം ചെയ്താൽ എന്തായി, ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ആയി. ഇനി ഈക്വൽ ടു ഏരിയ ഓഫ് ഇ എ ബി നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഹൈപ്പോട്ടന്യൂസ് ആണ് ഇത്. അപ്പോൾ ബേസ് ഹൈറ്റും ഇതായിരിക്കും. അപ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ, ഹാഫ് ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഓക്കെ, ബേസ് ഇതാണ്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് ഇതാണ്. ഇനി പ്ലസ് ഹാഫ് ഇൻറ്റു സി ഇ ഡിയുടെ ഏരിയ, ഹാഫ് ഇൻറ്റു ഇത് ബേസ്, ഇത് പെർപെൻഡിക്കുലർ സൈഡ്, ഇത് ബേസ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു വൈ, ഹാഫ് എ വൈ. ഓക്കെ ആണല്ലോ. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഹാഫ് പുറത്തെടുക്കാം, ഹാഫ് കോമൺ ആയിട്ട് എടുത്തു. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എക്സ് വൈ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് എ എക്സ് മൈനസ് എ വൈ. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെ വരും. ഇനി ഇവിടെ ഒരു പ്ലസ് എ വൈയും കൂടി ഉണ്ട്.
മൈനസ് എ വൈ പ്ലസ് എ വൈ. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഹാഫ് പുറത്തെടുത്തിട്ട് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് എ എക്സ് ഇൻറ്റു മൈനസ് എ എക്സ് മൈനസ് എ വൈ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു പ്ലസ് എ വൈയും കൂടി ഉണ്ട്, അതും കൂടി എഴുതി. ഇനി നോക്കിയേ, എ വൈ ക്യാൻസൽ ചെയ്തു. ഇനി ഈ ടേം നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് എക്സ് വൈ നമുക്ക് 150 കിട്ടിയിട്ടുണ്ട്. സോ ഹാഫ് ഇൻറ്റു 150 ആണ് ആൻസർ. എത്രയാണ്? 75 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 75 ആണ്. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നുമില്ല, നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു, ഇവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, 2 റൈറ്റ് ആംഗിൾ കിട്ടി. കാരണം ഈ 2 ആംഗിൾ 90 തന്നിട്ടുണ്ട്, അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ 90 ആണ്. സോ ഇതും 90 ആണ്, അപ്പോൾ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഇനി നമ്മൾ സൈഡ്സ് ഒക്കെ മാർക്ക് ചെയ്തു, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു, 2 ട്രയാംഗിൾസിൻ്റെ ഏരിയ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തായി? ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കിട്ടി. എത്രയാണ്? 75. ഓക്കെ, അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 45 മൈനസ് 5 ഓഫ് 6.3 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 7 ഇൻറ്റു 0.5. അപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യാം. 45 മൈനസ് 5 ഇൻറ്റു ഓഫ് ഇൻറ്റു ആണ് ബോഡ്മാസ് പ്രിൻസിപ്പിൾ. 6.3 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 0.7 ആണ് അല്ലേ? പ്ലസ് 7 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3.5 ആണ്. ഓക്കെ, അപ്പോൾ 45 മൈനസ് ഇതെന്താണ്? ഇതും 3.5 ആണ്. മൈനസ് 3.5 പ്ലസ് 3.5. ഇതും ക്യാൻസലായി പോയി, ബാക്കി 45 ഉള്ളൂ. അപ്പോൾ ആൻസർ എത്രയാണ്? 45. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, the distance between the places H and O is d units. The average speed that gets a person from H to O in a stipulated time is s units. He takes 20 minutes more time than usual if he travels at 60 km/h and reaches 44 minutes early if he travels at 75 km/h. The sum of the numerical values of D and S is. ഓക്കെ, അപ്പോൾ 2 പ്ലേസസ് ഉണ്ട്, എച്ച് ആൻഡ് ഒ. അവരുടെ ഡിസ്റ്റൻസ് D ആണ്. ഇനി ആവറേജ് സ്പീഡ് എസ് ആണ്. പക്ഷേ 60 km/h പോയാൽ എത്തേണ്ട ടൈമിൽ നിന്ന് 20 മിനിറ്റ് ലേറ്റ് ആകും. 75 km/h പോയിരുന്നെങ്കിൽ എത്തേണ്ട ടൈമിൽ നിന്ന് 44 മിനിറ്റ്സ് ഏർലി ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡിസ്റ്റൻസിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു ടൈം ഡിഫറൻസ്. ഓക്കെ, ഇൻറ്റു ടൈം ഡിഫറൻസ്. അപ്പോൾ ഈ ടൈം ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ കേസിൽ ഏർലി ആൻഡ് രണ്ടാമത്തെ കേസിൽ ലേറ്റ് ആണെങ്കിൽ ആ ടൈം ഡിഫറൻസ് നിങ്ങൾ സം ചെയ്യുക. ഓക്കെ, കാരണം ഏർലി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അത് രണ്ടും കൂടി ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താകും? ടോട്ടൽ പ്ലസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ആദ്യത്തെ കേസിൽ ഏർലിയും ലേറ്റും ആണെങ്കിൽ ടൈം ഡിഫറൻസ് പ്ലസ് ചെയ്യുക. ഏർലി ആൻഡ് ഏർലി രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ ടൈം ഡിഫറൻസ് മൈനസ് ചെയ്യുക. ഇനി രണ്ടും ലേറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ മൈനസ് ചെയ്യുക. ആ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ 20 മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആണ്, അപ്പോൾ 20 മിനിറ്റ് ലേറ്റ്. ഇവിടെ 44 മിനിറ്റ് ഏർലി, അപ്പോൾ ഏർലിയും ലേറ്റും ആണ്, അതുകൊണ്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ 64 ആയിരിക്കും ടൈം ഡിഫറൻസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡി ഈസ് ഈക്വൽ ടു S1 എത്രയാണ്? 60 ആണ്. 60 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ ഇവരുടെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15 ആണ്, ഇൻറ്റു സ്പീഡിൻ്റെ ഡിഫറൻസ് 15 ആണ്. ടൈം ഡിഫറൻസ് എത്രയാണ്? ടൈം ഡിഫറൻസ് പ്ലസ് ചെയ്താൽ മതി. 44 + 20 64 മിനിറ്റ് ആണ്. ഹവറിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. ഓക്കെ, അപ്പോൾ 60 ക്യാൻസലായി. 15 ഇൻറ്റു 5 ആണ് 75. 5 ഇൻറ്റു 64 320. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 320. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 320 ആണ്. ഇനി നമുക്ക് സ്റ്റിപ്പുലേറ്റഡ് ടൈം, അതായത് കറക്റ്റ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ കേസിൽ എത്ര ടൈം എടുത്തെന്ന് നോക്കുക. അതായത് 60 km/h പോകുന്നതെങ്കിൽ എത്ര ടൈം എടുക്കും? ടി ഇസ് ഈക്വൽ ടു ഇവിടെ ഡിസ്റ്റൻസ് 320 ആണ്, ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ എന്ത് കിട്ടും? 16 ഡിവൈഡഡ് ബൈ 3, അതായത് 5 1/3 ഹവർ. ഓക്കെ, 5 1/3 ഹവർ. ഈ 1/3ൻ്റെ അവിടെ ഇൻറ്റു 60 ഗുണിച്ചാൽ എന്തായി? 5 hours 20 minutes എന്ന് കിട്ടും. ഓക്കെ, 5 hours 20 minutes.
അപ്പോൾ ആദ്യം അദ്ദേഹം എച്ചിൽ നിന്നും ഒയിലേക്ക് പോകുമ്പോൾ, അതായത് 60 km/h പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് എടുക്കുന്ന സമയം 5 hours 20 minutes ആണ് അല്ലേ. പക്ഷേ അവിടെ പറഞ്ഞിട്ടുണ്ട് 20 മിനിറ്റ് കൂടുതൽ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 hours 20 minutes എടുക്കുകയാണെങ്കിൽ അവിടെ 20 മിനിറ്റ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ടൈം, അതായത് സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 20 മിനിറ്റ് കുറയ്ക്കുക. സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ 5 hours ആണ്. ഓക്കെ, അതായത് കറക്റ്റ് ടൈം എത്ര എടുത്തു? 5 hours ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പീഡ് കിട്ടും. എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് 320 ആണ്, ടൈം എത്രയാണ്? 5 ആണ്. എത്ര കിട്ടി? 320 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 64 ആണ്. ഓക്കെ, അപ്പോൾ എസിൻ്റെ വാല്യൂ 64 ആണ്, ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 320 ആണ്. സം ഓഫ് എസ് ആൻഡ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 320 + 64 384 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ഈക്വൽ ടു 0.1 ക്യൂബ് പ്ലസ് 0.2 ക്യൂബ് പ്ലസ് 0.3 ക്യൂബ് പ്ലസ് 3 × 0.005 പ്ലസ് 0.016 പ്ലസ് 0.027 പ്ലസ് 0.036 ഡിവൈഡഡ് ബൈ 0.1² പ്ലസ് 0.2² പ്ലസ് 0.3² പ്ലസ് 0.04 പ്ലസ് 0.06 പ്ലസ് 0.12. എയുടെ വാല്യൂ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ 60A എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ പ്ലസ് 3 × സംതിങ് അല്ലേ. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3ABC ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു A² പ്ലസ് B² പ്ലസ് C² മൈനസ് AB മൈനസ് BC മൈനസ് CA. ഓക്കെ, മൈനസ് BC മൈനസ് CA. ഈ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൺവെൻഷനലായിട്ട് മാനുവലി ഇതങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ 0.1 the whole cube എന്ന് പറഞ്ഞാൽ 0.001 ആണ്. പ്ലസ് 0.2 the whole cube എന്ന് പറഞ്ഞാൽ 0.008 ആണ്. ഇനി 0.3 the whole cube എന്ന് പറഞ്ഞാൽ 0.027 ആണ്. ഇനി അവിടെ നോക്കുക, 3 × 0.005 0.016 0.027 ഇത് ആഡ് ചെയ്യുക. 5 + 6 11 11 + 7 18 3 4 0 0.048 × 3 4 2 14 1.144 ആണ്. അപ്പോൾ ഇത് 0.144. ഇനി അവിടെ ഒരു പോയിന്റ് ലാസ്റ്റ് 0.036 ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 1 + 8 9 9 + 7 16 + 4 22 22 + 6 17 സോറി 1 + 8 9 9 + 7 16 + 4 20 + 6 26 2 + 2 4 4 + 4 8 8 + 3 11 1 + 1 2. മുകളിൽ എന്ത് കിട്ടി? എ ഈക്വൽ ടു 0.216. ഇനി താഴെ നോക്കുക, 0.1 the whole square എത്രയാണ്? 0.1 the whole square 0.01 ആണ്. 0.2 the whole square 0.04 ആണ്. 0.3 the whole square 0.09 ആണ്. ഇനി ബാക്കിയും കൂടി ആഡ് ചെയ്യുക. 0.04 0.06 0.12 6 + 2 8 + 4 12 + 9 21 25 26 2 3 0.36. ഓക്കെ, അപ്പോൾ താഴത്തെ വാല്യൂ എന്ത് കിട്ടും? 0.36 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 60 × A ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 60 ഗുണിക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരമായി × 60. അപ്പോൾ എന്ത് കിട്ടും? 2.16 × 6. ഈ 10 ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഡിവൈഡഡ് ബൈ 0.36. ഓക്കെ ആണല്ലോ. ഇനി 0.36 × 6 ആണ് 2.16. 6 × 6 36. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 36 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ഫോർമുല വൈസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്യുക. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, അതായത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് പ്ലസ് 3a² × b + c
പ്ലസ് 3b² ഇൻറ്റു c പ്ലസ് എ പ്ലസ് 3c² ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് 6 ഇൻറ്റു എ ബി സി. ഓക്കെ, ഈ ഫോമുല നോട്ട് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് പ്ലസ് 3a² ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് 3b² ഇൻറ്റു സി പ്ലസ് എ പ്ലസ് 3c² ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് 6ab സി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഫോമുല എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2cm. ഓക്കെ, ഇനി നിങ്ങൾ എക്ക് 0.1, ബിക്ക് 0.2, സിക്ക് 0.3 ഇട്ട് നോക്കിയാൽ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും ഇത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വന്നു? എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. ഓക്കെ, അപ്പോൾ മുകളിൽ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബ്, താഴെ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അത് ക്യാൻസലായി പോയാൽ എ പ്ലസ് ബി പ്ലസ് സി വരും. നിങ്ങൾ ചുമ്മാ ആഡ് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? 0.6 ആണ്. ചോദിച്ചിരിക്കുന്നത് 60a ആണ്. സോ 60 ഇൻറ്റു 0.6 എന്നാൽ എന്തായി? 36 ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാതെ പെട്ടെന്ന് കിട്ടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് cos A into sin A into cot A are geometric progression, then the value of tan raised to 6a minus tan square A is equal to. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് എ ബി സി ആർ ഇൻ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കും? b² ഈക്വൽ ടു എ സി ആയിരിക്കും. ഓക്കെ, ഇതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ ജി പിയുടെ അർത്ഥം. അപ്പോൾ നോക്കിയേ, ഇവിടെ നടുക്ക് വരുന്ന ആരാണ്? സൈൻ എ ആണ്. അപ്പോൾ എന്ത് വരും? sin² A ഈക്വൽ ടു കോസ് എ ഇൻറ്റു കോട്ട് എന് ഞാൻ എന്ത് എഴുതും? കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് എഴുതി. ഓക്കെ, b² ഈക്വൽ ടു എ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരും. ഇനി സൈൻ എ ഇങ്ങോട്ട് പോയാൽ എന്തായി? sin³ A ഈക്വൽ ടു എന്തായി? cos² A. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? cos³ A വെച്ച് ഡിവൈഡ് ചെയ്യാണ്. cos³ A വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? sin³ A ഡിവൈഡഡ് ബൈ cos³ A ഈക്വൽ ടു cos² A ഡിവൈഡഡ് ബൈ cos³ A. ഓക്കെ, അപ്പോൾ sin³ A ഡിവൈഡഡ് ബൈ cos³ A എന്ന് പറയുന്നത് എന്താണ്? tan³ A ആണ്. ഇതും ക്യാൻസലായി പോയി. 1/cos A എന്ന് പറയുന്നത് എന്താണ്? sec A ആണ്. ഓക്കെ, അപ്പോൾ tan³ A എന്ന് പറഞ്ഞാൽ എന്താണ്? sec A ആണ്. അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? tan raised to 6a എന്ന് പറഞ്ഞാൽ എന്തായി? sec² A ആയി. ഓക്കെ, tan raised to 6a എന്ന് പറഞ്ഞാൽ എന്തായി? sec² A ആയി. ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan raised to 6a എന്ന് പറഞ്ഞാൽ sec² A ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് sec² A മൈനസ് tan² A ആണ്. ഓക്കെ, sec² A മൈനസ് tan² A 1 ആണ്. കാരണം ഐഡൻറ്റിറ്റി നമുക്കറിയാം. 1 പ്ലസ് tan² A എന്താണ്? sec² A ആണ്. അപ്പോൾ sec² A മൈനസ് tan² A എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 1. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഓയിൽ മെർച്ചൻ്റ് വാണ്ട്സ് ടു മേക്ക് എ മിനിമം പ്രോഫിറ്റ് ഓഫ് ₹2100 by selling 50 liters of oil. He purchased at ₹236 per liter. For this, he adds a few liters of duplicate oil whose cost price is ₹180 per liter and sells at ₹250 per liter. How many liters of duplicate oil is needed for this purpose? അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് തോന്നും മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ വെച്ച് ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയേ, ഒരു ഓയിൽ മെർച്ചൻറ്റിന് 2100 രൂപയുടെ പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ ആണല്ലോ. എത്ര ലിറ്ററാണ് വിൽക്കുന്നത്? ബൈ സെല്ലിങ് 50 liters ഓഫ് ഓയിൽ. ഇനി അറ്റ് ₹236 പെർ ലിറ്ററിനാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, 236 പെർ ലിറ്ററിനാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത്, 236 രൂപയ്ക്ക്. ഓക്കെ ആണല്ലോ. ഇനി ഈ 50 ലിറ്ററിൻ്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഓയിലും കൂടി മിക്സ് ചെയ്തു. എത്രയാണ് അതിൻ്റെ വില? 180 പെർ ലിറ്റർ. ഓക്കെ ആണല്ലോ.
180 പെർ ലിറ്റർ. ഇനി ഇദ്ദേഹം ഇത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? മൊത്തം 250 പെർ ലിറ്ററിനാണ് വിൽക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ അദ്ദേഹം വാങ്ങിച്ച വില, ഓയിൽ വാങ്ങിച്ച വില എത്രയാണ്? 236 ഓക്കെ, 236. ഇനി അതായത് ആ 50 ലിറ്റർ അദ്ദേഹം വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 250 രൂപയ്ക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 236 രൂപയ്ക്ക് വാങ്ങിക്കുന്നു 50 ലിറ്റർ. ഇനി 250 രൂപയ്ക്ക് വിൽക്കുന്നു. അതെ, 50 ലിറ്റർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടി? 236, 250 എത്രയാണ് ഡിഫറൻസ്? 14 ഡിഫറൻസ്. 14 രൂപ ലിറ്ററിന് ലാഭം കിട്ടി. അപ്പോൾ 50 ലിറ്ററിൻ്റെ ബിസിനസ്സിൽ, 50 ലിറ്ററിൻ്റെ കച്ചവടത്തിന് അദ്ദേഹത്തിന് എത്ര ലാഭം കിട്ടി? 14 × 50 എത്രയാണത്? 700. ഓക്കെ, 14 × 50 700 രൂപ ലാഭം കിട്ടി. ഇനി മൊത്തം ലാഭം 2100 കിട്ടണം. അപ്പോൾ ബാക്കി ലാഭം, ബാക്കി എത്രയാണ് വേണ്ടത്? 2100 നിന്ന് ഈ 700 കുറയ്ക്കുക. അപ്പോൾ ബാക്കി ലാഭം 1400 വേണ്ടത്. ഓക്കെ, 1400 വേണ്ടത്. ആ ലാഭം എവിടെ നിന്നാണ് വേണ്ടത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് ഓയിലിൽ നിന്നാണ് വേണ്ടത്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഓയിലിൽ നിന്നാണ് 1400 രൂപ ലാഭം വേണ്ടത്. ഇനി എത്ര ആഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽ എത്ര ആഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, 1 ലിറ്ററിന് ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽ എടുക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കിയേ, ഡ്യൂപ്ലിക്കേറ്റ് ഓയിലിൻ്റെ വില 180 1 ലിറ്ററിന്. ഓക്കെ, അത് 50 ലിറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ്. പക്ഷേ അതും 250 രൂപയ്ക്കാണ് അദ്ദേഹം വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 180 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 280 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നോക്കിയാൽ 180 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 250 രൂപയ്ക്ക് അതും വിൽക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ലാഭം എത്രയാണ്? 70. ഓക്കെ, അപ്പോൾ 1400 രൂപ കിട്ടണമെങ്കിൽ എത്ര ലിറ്റർ വിൽക്കണം? 1400 ഡിവൈഡഡ് ബൈ 70. ഓക്കെ ആണല്ലോ. 140 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 20. ഓക്കെ, അപ്പോൾ 20 ലിറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽ മിക്സ് ചെയ്തതിലാണ് അദ്ദേഹത്തിന് 1400 രൂപ ലാഭം കിട്ടുന്നത്. പ്ലസ് ആദ്യത്തേൻ്റെ ലാഭം 700. അങ്ങനെ മൊത്തം 2100 രൂപ ലാഭം കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A triangle has sides 25, 39, 34 units. If the areas of a square exceeds the area of this triangle, if the area of a square exceed the area of this triangle by 21 units, then the side of the square is. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് 25, 39, 34 ട്രിപ്ലറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്താ? ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഫോർമുല റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ് ബേസിക് ഫോർമുല. പക്ഷേ സാധാരണ ഒരു ട്രയാങ്കിൾ വരികയാണെങ്കിൽ ഇതിൻ്റെ ഫോർമുല എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് വെച്ചാൽ എന്താണ്? എസ് എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ ആണ്. ഓക്കെ, എസ് എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ ആണ്. അപ്പോൾ ആദ്യം എസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അതിൻ്റെ സെമി എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് വരും. കാരണം സെമി പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. എ ബി സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. അപ്പോൾ നോക്കിയാൽ 25 + 39 + 34 എത്ര കിട്ടും? 25 + 39 എത്രയാണ്? 64 + 34 98. അപ്പോൾ 98/2 49. ഓക്കെ ആണല്ലോ. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ 49. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു റൂട്ട് ഓഫ് 49 ഇൻറ്റു 49 മൈനസ് 25 എത്രയാണ്? 24 ഇൻറ്റു 49 മൈനസ് 39 എത്രയാണ്? 10 ഇൻറ്റു 49 മൈനസ് 34 എത്രയാണ്? 15. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു 49 ഇൻറ്റു 24 ഇൻറ്റു 10 240, 240 ഇൻറ്റു 15 3600. ഓക്കെ, ഇനി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. 49ൻ്റെ സ്ക്വയർ റൂട്ട് 7 3600ൻ്റെ സ്ക്വയർ റൂട്ട് 60. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എത്ര കിട്ടി? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എത്ര കിട്ടി? 7 × 60 420. ഓക്കെ ആണല്ലോ. ഇനി കണ്ടീഷൻ നോക്കാം. ഏരിയ ഓഫ് എ സ്ക്വയർ എക്സീഡ്സ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബൈ 21.
അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ, ഞാനിത് മാറ്റിയാണ്, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് 21 ആണ്. അതല്ലേ ഇതിൻ്റെ അർത്ഥം? ഏരിയ ഓഫ് ദി സ്ക്വയർ എക്സീഡ്സ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബൈ 21. അപ്പോൾ നോക്കിയേ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്കറിയാം എത്രയാണ്, 420. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ സൈഡ് എ ആണെങ്കിൽ ഏരിയ എന്താണ്, എ സ്ക്വയർ അല്ലേ? ഇപ്പോൾ സൈഡ് ക്യാപിറ്റൽ എ ആണെങ്കിൽ ഏരിയ എന്തായി, എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ 420 ആണ്, പ്ലസ് 21 441. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്ര കിട്ടി, 21 കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ 21. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നമ്മൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടും. നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഇവിടെ 49 ആണ്, 24 × 10 × 15. ഇവിടെ നോക്കി, ഇവിടെ എന്തായാലും 0 വരും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇവിടെ എന്താണ്, 0 വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 0ൻ്റെ റൂട്ട് എടുത്താലും ലാസ്റ്റ് വരുന്നത് 0 ആണ്. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പ്ലസ് 21 ആണ് സ്ക്വയറിൻ്റെ ഏരിയ. ഇവിടെ നോക്കി, ഈ 0ൻ്റെ കൂടെ ഇവിടെ 21ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. ഓക്കെ, ഈ 0ൻ്റെ കൂടെ 1 കൂട്ടിയാൽ ഫൈനൽ ആൻസർ എന്താ വരിക, 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ 1ൻ്റെ സ്ക്വയർ വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 9 വരാം അല്ലേ? 9 × 9 81 ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് എന്താണ്, 21 ആണ്. 21ൻ്റെ സ്ക്വയർ 441. നോക്കിയേ, 1 × 1 ഇവിടെ 1 വരും. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ നോക്കിയേ, റൂട്ട് 49 × 24 × 10 × 15. ഇവിടെ എന്തായാലും ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 0 ആണ് അല്ലേ? ഇവിടെ എന്തായാലും വരുന്നത് 0 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താലും എന്ത് വരും, 0 വരുള്ളൂ. അതിൻ്റെ കൂടെ 21 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, 0ൻ്റെ കൂടെ 21 ആഡ് ചെയ്താൽ അവൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 വരുള്ളൂ. 1 യൂണിറ്റ് ഡിജിറ്റ് വരികയാണെങ്കിൽ ഇവിടെ വരാൻ സാധ്യതയുള്ള സ്ക്വയർ റൂട്ട് എന്താണ്, 21 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 1 + sin θ - cos θ ഡിവൈഡഡ് ബൈ 1 + sin θ + cos θ പ്ലസ് 1 + sin θ + cos θ ഡിവൈഡഡ് ബൈ 1 + sin θ - cos θ ഈക്വൽ ടു 4, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് θ. ഓക്കെ, അപ്പോൾ 45 30 90 60. സി 45 ഇട്ടാൽ നോക്കിയേ, sin θ ഈക്വൽ ടു cos θ ആണ് അല്ലേ? അറ്റ് θ ഈക്വൽ ടു 45 എന്താണ് വാല്യൂ, 1/√2. അപ്പോൾ ഇതും ക്യാൻസലാവും. അപ്പോൾ എന്താണ്, 1 ഡിവൈഡഡ് ബൈ, ഇനി sin θ + cos θ എന്ന് പറഞ്ഞാൽ √2 ആണ്. 1/√2 + 1/√2 √2 ആണ്. അപ്പോൾ 1/1 + √2 പ്ലസ് 1 + √2 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, ഇങ്ങനെയാണ് θ 45 ഇട്ട് കൊടുത്താൽ വരിക. ഇതൊരിക്കലും ആ ആൻസർ വരില്ല, ഈ 4 എന്ന് പറഞ്ഞ ആൻസർ വരില്ല. സോ 45 കറക്റ്റ് ആവില്ല. ഓക്കെ ആണല്ലോ. ഇനി 30 ഇട്ട് നോക്കാം. 30 ഇട്ട് നോക്കുമ്പോൾ 1 + sin 30 1/2 ആണ്, മൈനസ് cos 30 √3/2 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 + 1/2 പ്ലസ് √3/2. ഇനി പ്ലസ് 1 + sin 30 1/2 പ്ലസ് cos 30 √3/2, cos 30 √3/2 ഡിവൈഡഡ് ബൈ 1 + sin 30 1/2 മൈനസ് cos 30 √3/2. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കി, ഇവിടെ 2 LCM ആണ്. അപ്പോൾ 1 - √3 എന്ന് കിട്ടും, 1 - √3/2 എന്ന് കിട്ടും. അപ്പോൾ 1 പ്ലസ് ആണ്. ഓക്കെ, 1 + 1 - √3/2 ആണ്. ഇനി ഈ 2 ഇങ്ങോട്ടേക്ക് വന്നാൽ എന്തായി, 2 + 1 3 - √3, 3 - √3/2 ആണ്. ഓക്കെ, 3 - √3/2 ആണ്. ഞാൻ എഴുതുന്നില്ല, കാരണം ഇവിടെയും /2 വരും, അത് ക്യാൻസലായി പോയിക്കോളും. ഇനി ഇവിടെ നോക്കിയേ, 1 + √3 + 1/2 എന്നാണ് വരിക അല്ലേ? 1 + √3 + 1/2 എന്നാണ് വരിക. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 2 + 1 3, 3 + √3 എന്ന് വരും. ഓക്കെ, ഇവിടെ 3 - √3/2 എന്ന് വരും, ഇവിടെ 3 + √3/2 എന്ന് വരും. 2 2 ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം നമുക്ക് മാക്സിന് 30 മിനിറ്റാണ് മാക്സിമം സമയം ലഭിക്കുക എക്സാമിന്. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നമ്മൾ 25 ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്പീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇവിടെ എന്ത് വരും, 3 + √3, ഇവിടെ എന്ത് വരും, 3 - √3. ഓക്കെ, ഇനി ഇങ്ങനെ വന്നാൽ
എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം? നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കിയാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 മൈനസ് √3 ദ ഹോൾ സ്ക്വയർ വരും, പ്ലസ് ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 3 പ്ലസ് √3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് √3 ഇൻറ്റു 3 മൈനസ് √3, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ 9 ആണ്, ബി സ്ക്വയർ ബി √3 ആണ്, അപ്പോൾ ബി സ്ക്വയർ 3 ആയി. അപ്പോൾ 9 മൈനസ് 3 6 വരും. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ 9 ആണ്, ബി സ്ക്വയർ 3 ആണ്, 9 മൈനസ് 3 6. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ മൈനസ് ബി, നിങ്ങൾ ശ്രദ്ധിക്കുക, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, ആ പ്ലസ് 2ab മൈനസ് 2ab ക്യാൻസൽ ആയി പോകും. നിങ്ങൾ ചെയ്ത് നോക്കുക. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആണ്, സോറി എ 3 ആണ്, എ സ്ക്വയർ 9 ആണ്, ബി √3 ആണ്, സോ ബി സ്ക്വയർ 3 ആണ്. അപ്പോൾ 9 പ്ലസ് 3 12. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 6. 6 ഇൻറ്റു 2 ആണ് 12, 2 ഇൻറ്റു 2 എന്ത് കിട്ടി? 4 കിട്ടി. അപ്പോൾ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 4 കിട്ടി അല്ലേ? നമുക്ക് വേണ്ട ആൻസർ 4 ആയിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ തീറ്റ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം 45 90 ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ 45 എന്തായാലും പറ്റില്ല, 90 1 ഇവിടെ നോക്കിയാൽ 90 കോസ് 0 ആയി പോവും, 0 ആയി പോവും. എന്താ വരിക? സൈൻ 90 1 ആണ്. ഇവിടെ നോക്കിയേ 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 എന്താണ്? 1 ആണ് കിട്ടുക. അവിടെയും 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 1 ആണ് കിട്ടുക. അപ്പോൾ 2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് 4 ആണ് വേണ്ടത്. അപ്പോൾ 90 പറ്റില്ലായിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ 30 അല്ലെങ്കിൽ 60. അപ്പോൾ 30 നോക്കിയപ്പോൾ എന്താണ്? ഇങ്ങനെ കിട്ടും. ഓക്കെ, 3 മൈനസ് √3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് √3 ദ ഹോൾ സ്ക്വയർ. 3 പ്ലസ് √3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് √3 ദ ഹോൾ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഫൈനൽ ആൻസർ 4 എന്ന് കിട്ടും. അതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇനി നമ്മളിവിടെ 30 വന്നുകൊണ്ടാണ്. ഇപ്പോൾ 60 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ 1-2 സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലായേനെ 4 കിട്ടില്ല എന്ന് മനസ്സിലായേനെ. അപ്പോൾ ബാക്കിയുള്ള ഒരേ ഒരു ഓപ്ഷൻ 30 ആയേനെ. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി നമ്പേഴ്സ് 24, 45A, 35, 59 plus 59, 83, 46B, 29, 74 are serially numbered as they appear in the sequences. When each number is added to its serial number, then the average of the new numbers formed is 55. The average of the missing number A and B is. ഓക്കെ, അപ്പോൾ ഈ സീരീസിൻ്റെ ആവറേജ് 55 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ നോക്കുക, 1 2 3 4 5 6 7 8 9 10 അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പറിൻ്റെ ആവറേജ് ചെയ്താൽ ഇവരുടെയൊക്കെ എന്ത് കിട്ടും? സം കിട്ടും അല്ലേ? അപ്പോൾ സം എന്താണ്? 550 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവരുടെയൊക്കെ സം 550 ആണ്. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 55 ആവറേജ് ആവണമെങ്കിൽ എന്താണ്? വെൻ ഈച്ച് നമ്പർ ഈസ് ആഡഡ് ടു ഇറ്റ്സ് സീരിയൽ നമ്പർ. എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം, ഫസ്റ്റ് നമ്പർ എന്താണ്? 24 ആണ്. അപ്പോൾ ആ 1 24ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് 24 + 1. ഇനി രണ്ടാമത്തെ നമ്പർ 45 ആണ്. അപ്പോൾ രണ്ടാമത്തെ സീരിയൽ നമ്പറാണ്. അപ്പോൾ 2 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എ മൂന്നാമത്തെ ആണ്. അപ്പോൾ എൻ്റെ കൂടെ 3 ആഡ് ചെയ്യുന്നു. ഇനി 35 നാലാമതാണ്. അപ്പോൾ 35ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുന്നു. അതേപോലെ എഴുതുക 35. ഇനി വരുന്നത് 59 + 5. ഇനി വരുന്നത് +83 + 6 + 46 + 7 പ്ലസ് B + 8 + 29 + 9 + 74 + 10. ഇതിൻ്റെ എല്ലാം സമ്മാണ് എന്ത്? 550. ഇതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഈ സം ഡിവൈഡഡ് ബൈ 10 = 55 ആണ്. അപ്പോൾ സം വരുമ്പോൾ എന്താവും?
10 × 55 550. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാം സമ്മ് നോക്കുക. 24 + 45 എത്രയാണ്? 69 + 35. 69 + 35 എത്രയാണ്? 104 + 59 165 + 83 + 46 + B + 29. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം സമ്മ് 395 പ്ലസ് ഇനി ബാക്കിയുള്ള എന്താണ്? A + B +. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ 395 എന്ന് പറയുന്നത് 24 + 45 + 35 + 59 + 83 + 46 + 29 + 74 അതിൻ്റെ എല്ലാം സമ്മാണ് ഈ 395. ഇനി A + B ബാക്കിയുണ്ട്. ഇനി ബാക്കി ഒരു സീരീസും കൂടി ഉണ്ട്. എന്താണ്? 1 ഈ 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സം ഓഫ് ദ ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്താണ് ഫോർമുല? n × n + 1/2 ആണ്. n-ൻ്റെ വാല്യൂ 10 ആണ്. 10 × 11/2 എത്ര കിട്ടും? 55. അപ്പോൾ 395 + A + B + 55 = ആണ് ടോട്ടൽ സം എത്രയാണ്? 550. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഒന്നുമില്ല. ഇവിടെ നോക്കിയാൽ 1 + 2 + 3 + 4 + 5 + എക്സെട്ര അപ് ടു 10 വരെ ഉള്ള സമ്മാണെന്ത്? 55. അത് നമ്മളിവിടെ എടുത്തെഴുതി. ഇനി ഇവിടെ നോക്കിയാൽ 395 + 55 എത്രയാണ്? 450 ആണ്. സോ A + B = 550 - 450 എത്രയാണ്? 100. A + B 100 ആണെങ്കിൽ അവരുടെ ആവറേജ് എത്രയായിരിക്കും? A + B / 2 ആയിരിക്കും. A + B ഞാനിവിടെ എഴുതാണ്. A + B / 2. A + B 100 ആണ്. 100/2 എത്രയാണ്? 50. അപ്പോൾ 50 ആണ് ആവറേജ്. 50 ആണ് മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ആവറേജ് A + B യുടെ. ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of a man's age to his father's age is 4:5 and the ratio of his age to his son's age is 6:1. നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. അപ്പോൾ മാൻസ് ഏജ് ഈസ് ടു ഫാദേഴ്സ് ഏജ് അവൻ്റെ റേഷ്യോ എത്രയാണ്? 4:5. അവരുടെ റേഷ്യോ 4:5. ഇനി റേഷ്യോ ഓഫ് ഹിസ് ഏജ് ആരാണ്? ഹിസ് മാൻസ് ആണ്. മാൻസ് ഏജ് ടു ഹിസ് സൺസ് ഏജ് ഈസ് 6:1. Okay, 4 years ago these ratios were 11:14, 11:14 and 11:1, 11:14 and 11:1 respectively. The ratios of the age of grandfather to that of grandson 12 years from now will be എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് മാനിൻ്റെയും ഫാദറിൻ്റെയും ഏജസ് എടുക്കാം. ഇപ്പം നോക്കിയാൽ 4:5. ഇനി 4 വർഷങ്ങൾക്ക് മുമ്പ് എന്തായി? 11:14. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് സെയിം ആക്കണം. കാരണം എന്താ? ഒരേപോലെ ബാധകമാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? മുമ്പെന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സ് ഒരേപോലെ ബാധകമാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ 7 ഡിഫറൻസ് വരുന്നതെങ്കിൽ ഇവിടെ 9. അപ്പോൾ ഇത് എങ്ങനെ സെയിം ആക്കും? ഈ ഡിഫറൻസ് എത്രയാണ്? ഈ ഡിഫറൻസ് ഇവിടെ ഗുണിക്കുക, ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ്. 1 ഇവിടെ ഗുണിക്കുക. ഇവിടുത്തെ ഡിഫറൻസ് 3 ആണ്. 3 ഇവിടെ ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ റേഷ്യോ എങ്ങനെ വരും? അപ്പോൾ റേഷ്യോ 12:15. 12:15 ആണ് 11:14. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഗുണിച്ചപ്പോൾ എന്താ? 3 × 4 12:15. മാൻസ് ആൻഡ് ഫാദേഴ്സിൻ്റെ ഏജ് 12:15. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്താവും? 11:14 ആവും. അപ്പോൾ ഞാൻ ഇതെടുത്ത് എഴുതുകയാണ്. അപ്പോൾ പുതിയ റേഷ്യോ ഞാൻ എഴുതുകയാണ്. മാൻ ഈസ് ടു ഫാദർ 12:15. 12:15. 4 വർഷങ്ങൾക്ക് മുമ്പ് 11:14 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 1 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 1ൻ്റെ വാല്യൂ ആണെന്ത്? ആ 4 വർഷം അല്ലേ? 1ൻ്റെ വാല്യൂ ആണ് 4. അങ്ങനെയാണെങ്കിൽ 12ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 48. 15ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 60. ഓക്കെ ആണല്ലോ. അപ്പോൾ മാനിൻ്റെ ഏജ് പ്രസൻറ്റ് ഏജ് 48 ആണ്. അയാളുടെ ഫാദറിൻ്റെ പ്രസൻറ്റ് ഏജ് 60 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത് എഴുതുകയാണ്.
അപ്പോൾ മാൻ ഈസ് ടു ഫാദർ. ഓക്കെ, അപ്പോൾ മാനിൻ്റെ ഏജ് 48, ഫാദറിൻ്റെ ഏജ് 60. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ റേഷ്യോ നോക്കുക. മാൻ ഈസ് ടു സൺ 6:1 ആണ്. ഓക്കെ, അപ്പോൾ മാൻ ഈസ് ടു സൺ എന്ന് പറയുന്നത് 6:1 ആണ്. പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ മാനിൻ്റെ പ്രസൻറ്റ് ഏജ് 48 ആണ്. അപ്പോൾ 6ൻ്റെ വാല്യൂ ആണ് 48. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ വാല്യൂ എന്ത് വരും? 8 വരും. ഓക്കെ, ഇവിടെ നോക്കിയേ, മാനിൻ്റെ പ്രസൻറ്റ് ഏജ് 48 ആണ്. അപ്പോൾ 6ൻ്റെ സ്ഥാനത്താണ് 48 വന്നിരിക്കുന്നത്. അതായത് 1ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ മാനിൻ്റെ പെർസെൻറ്റേജ് 48 ആണെങ്കിൽ സണ്ണിൻ്റെ പെർസെൻറ്റേജ് എന്താണ്? 8 ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ നോക്കിയേ, ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദി ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ ടു ദാറ്റ് ഓഫ് ഗ്രാൻഡ് സൺ 12 years ഫ്രം നൗ എന്നാണ്. അതായത് 12 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഗ്രാൻഡ് ഫാദർ ഇതാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് പെർസെൻറ്റേജ് 60 ആണ്. അപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം എത്രയാണ് ഏജ്? 72. ഇനി ഗ്രാൻഡ് സണ്ണിൻ്റെ പെർസെൻറ്റേജ് 8 ആണ്. അപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം എന്താവും? 20 ആവും. ഓക്കെ, ഇവരുടെ റേഷ്യോ എടുക്കുക. 4 വെച്ച് കട്ട് ചെയ്താൽ 18:5. ഓക്കെ, 18:5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A sphere is placed in a cube so that it touches all the faces of the cube. If A is the ratio of the volume of the cube to the volume of the sphere and B is the ratio of the surface area of the sphere to the total surface area of the cube, then the value of AB is. Okay, question lengthy ആണെങ്കിലും സിമ്പിളാണ്. ഒരു സ്ഫിയർ ഒരു ക്യൂബിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡയഗ്രാം ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. ഇനി സർക്കിളിൻ്റെ റേഡിയസ് എ ആണെങ്കിൽ, സർക്കിളിൻ്റെ ഏരിയസ് എ ആണെങ്കിൽ അവൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? ഡയമീറ്റർ 2a ആണ് അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് എ ആണെങ്കിൽ ഡയമീറ്റർ 2a ആണ്. ആ ഡയമീറ്ററാണ് ഈ ക്യൂബിൻ്റെ സൈഡ് അല്ലേ. അപ്പോൾ അതെന്ത് വരും? 2a വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് എ എന്നും കിട്ടി, ക്യൂബിൻ്റെ സൈഡ് 2a എന്നും കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ എയും ബിയും തന്നുകൊണ്ട് നമുക്കിത് എന്ത് എഴുതാം? ഒരു കാര്യം ചെയ്യാം, കെ എന്ന് എടുക്കാം. 2k റേഡിയസ് k. ഓക്കെ, ഇനി ഡാറ്റ തന്നിട്ടുണ്ട്. എ ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ദ ക്യൂബ് ടു ദ വോളിയം ഓഫ് ദ സ്ഫിയർ. അപ്പോൾ ഡയറക്റ്റ് ചെയ്താണ് എ ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബ്. വോളിയം ഓഫ് ക്യൂബ് എന്താണ്? എ ക്യൂബാണ്. ഓക്കെ, അതായത് 2k ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തായി? 8k ക്യൂബായി. ഇനി വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ r ക്യൂബാണ്. 6 റേഡിയസ് ആണ്, 6 ഇവിടെ k ആണ്. അപ്പോൾ k ക്യൂബ് ക്യാൻസലായി. 4 × 2 ആണ് 8. ലാസ്റ്റ് 3 പൊക്കത്തേക്ക് വരും. എ ഈക്വൽ ടു എന്ത് കിട്ടി? 6/π എന്ന് കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ എന്താണ്? 6/π എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡീറ്റെയിൽസ് നോക്കാം. ബി ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? ബി ഈക്വൽ ടു റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് ഒരു തിരുത്തുണ്ട് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ എന്നാണ്. നോക്കിയേ, സർഫസ് ഏരിയ ഓഫ് ദി ടോട്ടൽ സർഫസ് ഏരിയ ആയാലും സർഫസ് ഏരിയ ആയാലും സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ നമുക്കറിയാം 4πr² ആണ്. 4π r ഇവിടെ k ആണ്, k², ഡിവൈഡഡ് ബൈ ടു ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്. ഓക്കെ, റേഷ്യോ ഓഫ് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ടു ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് എന്താണ്? 6a² ആണ്. 6 × സൈഡ് സ്ക്വയർ. സൈഡ് ഇവിടെ 2k ആണ്. അപ്പോൾ 2k ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4k² വരും. k² ക്യാൻസൽ ചെയ്തു. 4 ക്യാൻസൽ ചെയ്തു. ബി ഈക്വൽ ടു π/6. ബി ഈക്വൽ ടു π/6. നോക്കിയേ, ഇത് രണ്ടും റെസിപ്രോക്കൽസ് ആണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6/π × π/6. π ക്യാൻസൽ ചെയ്തു, 6 ക്യാൻസൽ ചെയ്തു. എ ബി ഈക്വൽ ടു 1. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ ബി ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ ദ ഫോളോയിങ് ഫിഗർ ആംഗിൾ എ സി ബി ഈക്വൽ ടു 135 degree and the radius of the circle is 2√2 centimeter, then the length of the chord AB is.
ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. എ ബി ഒരു കോഡാണ്, എ ബി സി ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ഇനി ആംഗിൾ എ സി ബി എത്രയാണ്? ഇത് 135 എന്ന് തന്നിട്ടുണ്ട്. ഇനി എ ഡി ബി ജോയിൻ ചെയ്യുന്നു, എ ഡി ബി. ഇനി ഇവിടെ നോക്കിയേ, എ സി ബി ഡി എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 135 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസ് ഒ ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്തു? ഒ എ ഒ ബിയും ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇനി ഈ ഡി 45 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദി സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ടു ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർക്ക് എ ബി സെൻറ്ററിനെ സബ്റ്റൻഡ് ചെയ്യുന്നു തീറ്റ. അപ്പോൾ ഈ സെയിം ആർക്ക് ഏതെങ്കിലും സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവൻ്റെ പകുതി ആയിരിക്കും ഇത്. അതായത് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 2 തീറ്റയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇത് 90 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ആംഗിൾ ഇൻ എ ബി ഒ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഒ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? പിന്നെ ഒ എയും ഒ ബിയും എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒ എ ബി എന്ന് പറയുന്നത് ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്ന് വെച്ചാൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും, ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √2 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് സൈഡ് 1 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് √2 ആയിരിക്കും. ഇനി 1 ആണ് റേഡിയസ്, 1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2√2. 1 ആണ് റേഡിയസ്, 1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2√2. ചോദിച്ചിരിക്കുന്നത് √2ൻ്റെ വാല്യൂ ആണ്. എ ബി കോഡ് എ ബിയുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. എ ബി ഇവിടെ എന്താണ്? √2 ആണ്. അപ്പോൾ ഇവിടെ √2 മൾട്ടിപ്ലൈ ചെയ്യുക. 2 × √2 × √2 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 4 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, then the percentage increase in its surface area. ഓക്കെ, അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4a² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 6a² ആണ്. ഇവിടെ ഏത് സർഫസ് ഏരിയ ആയാലും 4 ആയാലും 6 ആയാലും അത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് പ്രസക്തിയില്ല. അവിടെ വാല്യൂ ചെയ്യുന്നത് a² ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10% ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ 1/10 ആണ്. അപ്പോൾ നോക്കിയേ, ആദ്യം എയുടെ സൈഡ് 10 ആണെങ്കിൽ 1 ഇൻക്രീസ് ചെയ്തു അല്ലേ? 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ പുതിയ ഏരിയ A' എന്ന് പറയുമ്പോൾ എന്താവും? 11 ആകും അല്ലേ? A 10 ആണെങ്കിൽ A' 11 ആണ്. ഇതാണ് ഇൻക്രീസ്ഡ് ഏരിയ അല്ല, സൈഡ്, ഇൻക്രീസ്ഡ് സൈഡ്. അപ്പോൾ സർഫസ് ഏരിയയിൽ ഉണ്ടാകുന്ന മാറ്റം a² എടുത്താൽ മതിയല്ലോ. അവിടെ a² A ഇവിടെ A 10, A' 11. ഇനി a² എടുക്കുക. a² എത്ര വരും? ഇവിടെ 1000 വരും, ഇവിടെ 100 വരും. a² എടുക്കുക, ഇവിടെ 100 വരും, ഇവിടെ എത്ര വരും? 121 വരും അല്ലേ? A' സ്ക്വയർ 121 ആയി, a² 100 ആയിരുന്നു. എത്രയാണ്? 100ൽ നിന്നും 121 എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു? 21% ഇൻക്രീസ് ചെയ്തു. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 21 ആണ് ഉത്തരം. ഇനി ഇതല്ലാതെ മറ്റേ എഫക്റ്റീവ് റേറ്റിൻ്റെ ഫോർമുല എന്താണ്? a + b + ab / 100. അതായത് എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. a + b + ab / 100. കാരണം ഇവിടെ a² എന്ന് പറഞ്ഞാൽ a × a രണ്ട് ഡയമെൻഷനായി അല്ലേ? രണ്ട് ലെങ്ത്തായി, a × a. അപ്പോൾ ഇവിടെ നോക്കിയേ, 10 ഇവിടെ ആഡ് ചെയ്യുക, 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 + 10 + 10 × 10/100 അങ്ങനെ കിട്ടും 21% കിട്ടും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ഫിഗർ, ഇഫ് ദ കോഡ് എ ബി subtends double the angle that is subtended by chord CD,
and angle AEB equal to 2 angle AOB, then angle COD is equal to. ഓക്കെ, ഞാൻ ഈ ഫിഗർ ഇവിടെ വരയ്ക്കുകയാണ്. CD ഒരു കോഡാണ്, സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു. CDO. ഇനി AB മറ്റൊരു കോഡാണ്, AB സബ്റ്റൻഡ് ചെയ്യുന്നു, സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു. ഇനി ബിയിലൊരു ടാൻജൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്, എയിലൊരു ടാൻജൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നു അറ്റ് എ പോയിൻ്റ് ഇ. ഓക്കെ, നിങ്ങൾ ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. AEB ആംഗിൾ AEB, ഈ ആംഗിൾ ഈക്വൽ ടു 2 ആംഗിൾ AOB. അപ്പോൾ നോക്കിയേ, AOB തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 2 തീറ്റ ആയിരിക്കും അല്ലേ? ആംഗിൾ AEB ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ AOB. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ 2 തീറ്റ ആയിരിക്കും. ഇനി മറ്റൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇഫ് ദ കോഡ് AB subtends ഡബിൾ ദ ആംഗിൾ ദാറ്റ് ഈസ്, അതായത് AB സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഈ ആംഗിൾ ഈ തീറ്റയാണ്, ഡബിൾ ദ ആംഗിൾ ദാറ്റ് ഈസ് സബ്റ്റൻഡഡ് ബൈ കോഡ് CD. അതായത് ഈ കോഡ് CD സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ഇതാണ്. ഓക്കെ, ഈ ആംഗിളിൻ്റെ 2 ഇരട്ടിയാണ് ഈ ആംഗിൾ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? θ/2 ആയിരിക്കും. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, AEBO ഒരു ക്വാഡ്രിലാറ്ററലാണെങ്കിൽ 2 ടാൻജൻസ് പാസ് ചെയ്ത് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്താൽ ഈ 2 ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവിടെ നോക്കിയേ, ഇത് OB റേഡിയസ് ആണ്, BE ടാൻജൻ്റ് ആണ്. ടാൻജൻ്റ് ആൻഡ് റേഡിയസ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. ഇവിടെയും അതേപോലെ തന്നെ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിളിൻ്റെ സം എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോൾ നോക്കിയേ, 2 തീറ്റ പ്ലസ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി, 3 തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി, തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി? തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. തീറ്റ 60 ആയാൽ θ/2 എത്രയാണ്? 30 ഡിഗ്രി. അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. COD ആണ് ചോദിച്ചിരിക്കുന്നത്. COD ഈക്വൽ ടു 30 ഡിഗ്രി. ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ, സിമ്പിളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ DI ആണ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ദി ഫോളോയിങ് പൈ ചാർട്ട് ഷോസ് ദി റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് എ കമ്പനി ടു ദ എമൗണ്ട് ഓഫ് എക്സ്പോർട്സ് from that company from 2013 to 2019. If the imports in 2016 were rupees 250 million and the total exports in the year 2016 and 2017 together were rupees 500 million, then the imports in 2017 were. Okay, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ട്സ് ബൈ എക്സ്പോർട്സിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ I/E. ഓക്കെ, ഇനി 2016 ഇമ്പോർട്ട്സിൻ്റെ വാല്യൂ എന്താണ്? 250 മില്യൺ ആയിരുന്നു. അപ്പോൾ 2016 നമുക്ക് നോക്കാം. യെല്ലോ ആണ് 2016, അതായത് 1.25 ആണ്. ഈ 1.25 അതായത് 2016 1.25നെ ഞാൻ എന്ത് ചെയ്തു? 5/4 എന്ന് എഴുതി. ഓക്കെ, 1.25നെ 5/4 എന്ന് എഴുതി. അപ്പോൾ നോക്കിയാൽ 5 എന്തായി? ഇമ്പോർട്ട്സ് ആയി. 4 എന്തായി? എക്സ്പോർട്സ് ആയി. ഇനി ഇമ്പോർട്ട്സിൻ്റെ വാല്യൂ 250 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഈ 5 ആണ് 250. അപ്പോൾ 5 ഇൻറ്റു 50 ആയിരുന്നു 250. അങ്ങനെയാണെങ്കിൽ ആ വർഷത്തെ എക്സ്പോർട്സ് എന്താണ്? 4 ഇൻറ്റു 50 200 ആണ് എക്സ്പോർട്സ്. ഓക്കെ, 200 ആണ് എക്സ്പോർട്സ്. ഇനി ടോട്ടൽ എക്സ്പോർട്സ് ഇൻ 2016 ആൻഡ് 17 എത്രയാണ്? 500 ആണ് തന്നിരിക്കുന്നത് അല്ലേ? 2016 പ്ലസ് എക്സ്പോർട്സ് 2017 എത്രയാണ്? 500 ആണ്. 500 മില്യൺ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് 2016 എക്സ്പോർട്സ് 200 കിട്ടി. അപ്പോൾ 2017 എക്സ്പോർട്സ് എത്ര കിട്ടും? 500 മൈനസ് 200 എത്രയാണ്? 300. ഓക്കെ ആണല്ലോ. 2017 എക്സ്പോർട്സ് 500 മൈനസ് 200 300.
ഇനി 2017 റേഷ്യോ നോക്കാം. 2017 റേഷ്യോ 1.4 ആണ്. ആ 2017 റേഷ്യോ ഞാൻ എന്ത് ചെയ്തു, 1.4നെ 7 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതി. അതായത് 14/10 ആണ്, ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 7 ആണ് ഇമ്പോർട്ട്സ്, 5 ആണ് എക്സ്പോർട്ട്സ്. ഇനി ഇവിടെ നോക്കിയേ, 2017 എക്സ്പോർട്ട്സിൻ്റെ വാല്യൂ 300 ആണ്. അപ്പോൾ 5 ആണ് 300. അപ്പോൾ 5 ഇൻറ്റു 60 ആണ് 300. 1ൻ്റെ വാല്യൂ ആണ് 300. അപ്പോൾ 7 ഇൻറ്റു 60 ചെയ്താൽ ഇമ്പോർട്ട്സ് കിട്ടും. എത്രയാണ്? 420. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട്സ് ആണ് ചോദിച്ചിരുന്നത്. 420 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ 420. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The following graph gives the details of the male and female population in across 5 places A, B, C, D and E based on the information. The total number of females in all 5 places in approximately what percentage of the total number of males in all 5 places. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ബ്ലൂ എന്ന് പറയുന്നത് മെയിലാണ്, ഈ ഓറഞ്ച് എന്ന് പറയുന്നത് ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ഓൾ 5 പ്ലേസസ് ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ഇൻ 5 പ്ലേസസ്. അപ്പോൾ ഫീമെയിൽ ഡിവൈഡഡ് ബൈ മെയിൽ ഇൻറ്റു 100 ആണ് ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ ഡിവൈഡഡ് ബൈ മെയിൽ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് സം എടുക്കാം. ആദ്യം മെയിലിൻ്റെ സം എടുക്കാം. ഇവിടെ നോക്കിയേ, 35 + 32, 35 + 32 67 + 30 97 + 45 142 + 40 182. അപ്പോൾ മെയിലിൻ്റെ സം 182 കിട്ടി. ഓക്കെ, മെയിലിൻ്റെ സം 182. ഇനി ഫീമെയിലിൻ്റെ സം എടുക്കാം. 28 + 40 68, 68 + 35 103 + 42 145 + 32 177. അപ്പോൾ 177 ഡിവൈഡഡ് ബൈ 182 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? എളുപ്പത്തിൽ ഒരു വഴിയുണ്ട്. നോക്കിയേ, നിങ്ങൾ ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന വാല്യൂ ഏതാണ്? 182 അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ 100% ആണ് 182 എന്ന് സങ്കല്പിക്കുക. 100% ആണ് 182. 177 എത്ര പെർസെൻറ്റേജ് ആകണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 100% ആണ് 182. അപ്പോൾ നോക്കിയേ, 10% എത്രയാണ്? 10% 18.2, 10% 18.2, 1% എത്രയാണ്? 1.82. ഓക്കെ ആണല്ലോ. ഇനി 100% മൈനസ് 10% ചെയ്യുക. അപ്പോൾ എന്തായി? നമുക്ക് 90% കിട്ടും. ഞാനിവിടെ എഴുതാണ് 90% ഈക്വൽ ടു എത്രയാണ്? 182 മൈനസ് 18.2 ചെയ്യുക. 182 മൈനസ് 18.2 പെട്ടെന്ന് ചെയ്തേ. 8 11 3 6 163.8. അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ 163.8 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് 177 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് 13.2 ആണ് അല്ലേ? 163.8 പ്ലസ് 13.2 ആണ് 177. അപ്പോൾ 13.2 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 1.82 ആണ്. നോക്കിയാൽ 1% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.82. ഞാൻ എന്ത് ചെയ്തു? 2 എന്നെടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടത് 13.2 ആണ്. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 14 ആണ് അല്ലേ? 7% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 14 ആണ്. അത് 13.2ൻ്റെ അടുത്താണ്. അപ്പോൾ എന്താണ് ഉത്തരം? 90 + 7% 97% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 97% ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ബാക്കിയുള്ള വാല്യൂസൊക്കെ നോക്കിക്കോളൂ. കറക്റ്റ് ആൻസർ 97% ആയിരിക്കും. ഇനി നിങ്ങൾ എക്സാമിനേഷനിൽ ഇത് ഡിവൈഡ് ചെയ്യാൻ പോയാൽ ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ എളുപ്പ വഴി ഇതാണ്. ഇത് ട്രൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ thousands in grade 1 to grade 5. And the bar graph below shows the percentage share of 5 schools in the total students studying in the class. Okay, അപ്പോൾ ചോദ്യം, based on the information, if the boys to girls ratio in the school is 3:1, in school D is 3:1, then the number of boys
സ്റ്റഡിയിങ് ഇൻ സ്കൂൾ ഡി ഈസ് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ഗ്രാഫിൽ ബോയ്സും ഗേൾസിൻ്റെയും നമ്പറാണ് തന്നിരിക്കുന്നത്, അതായത് ഇൻ തൗസൻഡ്സിൽ. അതായത് ഗ്രേഡ് 1 ടു ഗ്രേഡ് 5. ഗ്രേഡ് 1 ഇത്രയുമുണ്ട്, ഗ്രേഡ് 2 ഇത്രയുണ്ട്, ഗ്രേഡ് 3 ഗ്രേഡ് 4 ഗ്രേഡ് 5. ഓക്കെ ആണല്ലോ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാം. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 20 + 15. ഇവിടെ 20 ആണ്, 15 ആണ്. ഓക്കെ, അപ്പോൾ ബ്ലൂ ബോയ്സ് ആണ്, ഓറഞ്ച് ഗേൾസ് ആണ്. 20 + 15 35 കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 12 + 22 എത്രയാണ്? 34. 8 + 18 എത്രയാണ്? 26. 14 + 9 എത്രയാണ്? 23. 10 + 12 എത്രയാണ്? 22. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. 35 + 34 69 + 26 95 + 23. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. 35 + 34 + 18 + 8 26 + 14 + 9 23 + 10 + 12 22. ഓക്കെ, 2 + 5 2 + 3 5 11 15 20. 2 + 3 5 8 10 12 14. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം എന്ത് കിട്ടി? 140 കിട്ടി. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 140 ആണ്. ഇൻ തൗസൻഡ്സ് ആണ്, അപ്പോൾ 3 പൂജ്യം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? 1,40,000 ആണ് ടോട്ടൽ സ്റ്റുഡൻസ്. ഇനി രണ്ടാമത്തെ ഗ്രാഫിൽ എന്താണ് തന്നിരിക്കുന്നത്? ഷോസ് ദി പെർസെൻറ്റേജ് ഷെയർ ഓഫ് 5 സ്കൂൾസ്. അതായത് എ ബി സി ഡി ഇ. ഇതെന്താണ്? ഇത് 5 സ്കൂൾസാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സ്കൂളിൽ ടോട്ടൽ വിദ്യാർത്ഥികളുടെ ശതമാനം 30 ആണ്. 30% വിദ്യാർത്ഥികളുണ്ട്. ബി 20% വിദ്യാർത്ഥികളുണ്ട്. സി 10% വിദ്യാർത്ഥികളുണ്ട്. ഡി 25% വിദ്യാർത്ഥികളുണ്ട്. ഇ 15% വിദ്യാർത്ഥികളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഡിയിലെ ബോയ്സിൻ്റെ എണ്ണമാണ്. ബോയ്സ് ഈസ് ടു ഗേൾസ് 3:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡിയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കാം. ഡിയിൽ എത്ര ശതമാനം സ്റ്റുഡൻസ് ഉണ്ട്? ടോട്ടലിൻ്റെ 25% സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഇൻ ഡി എന്ന് പറയുന്നത് എന്താണ്? 1 lakh. ടോട്ടലിൽ നിന്ന് 1,40,000-ൻ്റെ 25% ആണ്. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ഡി കാൽക്കുലേറ്റ് ചെയ്യുക. 25 / 4 എന്താണ്? 1/4 ആണ്. ഇതെന്ത് കിട്ടും? 4 × 35 ആണ്. 140 35,000 ആണ്. ഓക്കെ, അപ്പോൾ ഡിയിലെ സ്റ്റുഡൻസ് 35,000 ആണ്. ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ബോയ്സ് ആണ്, അല്ലേ? നമ്പർ ഓഫ് ബോയ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ഡി, നമ്പർ ഓഫ് ബോയ്സ് ഇൻ ഡി എന്ന് പറഞ്ഞാൽ ഡിയുടെ ടോട്ടൽ എടുക്കുക. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 35,000 ഇൻറ്റു ബോയ്സിൻ്റെ റേഷ്യോ എത്രയാണ്? 3. ടോട്ടൽ എത്രയാണ്? 4. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ബോയ്സ്. 35,000 ഇൻറ്റു 3/4. ഓക്കെ ആണല്ലോ. ഇതെത്ര കിട്ടും? 8750. 8750 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26250. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 875 ഇൻറ്റു 3 ചെയ്യുക. 15 2 2625. 2625 ആണ് നമ്പർ ഓഫ് ബോയ്സ്. ഓപ്ഷൻ സി. ഓക്കെ, 26250. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A home decor company produce 5 different products: bed sheets, clock, wall hangings, curtains and wall stickers. The sales of these 5 products during 2018 and 19, the 19 ആണ്, 2018 and 19 are shown. ഓക്കെ, അപ്പോൾ ഒരു ഹോം ഡെക്കർ കമ്പനി ഉണ്ട്. അവർക്ക് 5 പ്രോഡക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബെഡ്ഷീറ്റ്, ക്ലോക്ക്, വാൾ ഹാങ്ങിങ്സ്, കർട്ടൻസ്, വാൾ സ്റ്റിക്കേഴ്സ്. ഇനി 2018-ലെയും 2019-ലെയും സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക. ബെഡ്ഷീറ്റ് 2018 ബ്ലൂ ആണ്, 2019 ഓറഞ്ച് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കുക. 2018 20.15%,
2019 ബെഡ്ഷീറ്റ് 48.17%. അപ്പോൾ ചോദ്യം നോക്കാം. ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഫർമേഷൻ സെയിൽസ് ഹാവ് ഇൻക്രീസ്ഡ് ബൈ നിയർലി 55% ഫ്രം 2018 to 2019 ഇൻ ദ കേസ് ഓഫ്. അതായത് ഏത് പ്രൊഡക്റ്റിൻ്റെ സെയിൽസിലാണ് 2018 നിന്നും 19 55% വർധനവ് ഉണ്ടായത്, അല്ലെങ്കിൽ 55% ഇൻക്രീസ് ഉണ്ടായത്, ഇതിൽ ഏത് പ്രൊഡക്റ്റിലാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നമ്പർ 2 കൺസിഡർ ചെയ്യുക. 2 ഇത് 3 ആയി എന്ന് വിചാരിക്കുക. ഈ 2 എന്നുള്ളത് 3 ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി? 50% ഇൻക്രീസ് ആയി അല്ലേ. അതായത് 2ൻ്റെ പാതി എത്രയാണ്? 1 ആണ്. ആ 1 ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായി? 2 + 1 3 ആയി. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് കണക്കിൽ എന്ത് പറയും? 2ൽ നിന്ന് 3 ആകുമ്പോൾ എന്താകും? 50% ഇൻക്രീസ് ആയി എന്ന് പറയും. അതായത് 2ൻ്റെ പകുതി 1 ആണ്. ആ 1 2നോട് കൂട്ടുമ്പോൾ എന്തായി? 3 ആയി. ഓക്കെ, അത് 50%. ഇനി ഇവിടെ നോക്കിയേ, ഈ 2 4 ആകുമ്പോൾ എന്തായി? എത്രയാണ് കൂടിയത്? 2 ഇരട്ടി ആവുകയാണ് അല്ലേ, 4 ആവുകയാണ്. അപ്പോൾ എന്താണ് ഇത്? നമ്മൾ 100% ഇൻക്രീസ് എന്ന് പറയും അല്ലേ. 100% ഇൻക്രീസ് ചെയ്യും. അതായത് 2നോട് 2 തന്നെ, അത് തന്നെ 2നോട് 2 തന്നെ കൂട്ടുകയാണ് അല്ലേ. 100% ഇൻക്രീസ് എന്ന് പറയും. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതറിയാമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ ഉത്തരം എഴുതാൻ സാധിക്കും. ഇവിടെ നോക്കിയേ, 2018 ബെഡ്ഷീറ്റ് നോക്കുക 20.15. 2019 എത്രയായി? 48 അല്ലേ. 20ൻ്റെ ഇരട്ടി എത്രയാണ്? 40 ആണ്. അപ്പോൾ നോക്കിയേ, 100% കൂടുതൽ അവിടെ ഇൻക്രീസ് വന്നു. നമുക്ക് വേണ്ടത് 55%. അപ്പോൾ ബെഡ്ഷീറ്റ് വരില്ല. ഇനി ക്ലോക്ക് നോക്കുക. ക്ലോക്കിൻ്റെ വാല്യൂ 5.93 ആണ് 2018. 19 അത് എത്രയായി? 37 ആയി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം 7 മടങ്ങ്, 6 to 7 മടങ്ങായി അല്ലേ, 600%. അപ്പോൾ ക്ലോക്ക് വരില്ല. ഇനി വാൾ ഹാങ്ങിങ്സ് നോക്കുക. 14ൽ നിന്ന് 29 അല്ലേ, അപ്രോക്സിമേറ്റ് ആണ്. 14ൽ നിന്ന് 29, അതായത് എന്താണ്? അതിൻ്റെ ഇരട്ടിയായി. അവിടെ ഇൻക്രീസ് എത്രയാണ്? 100% ആണ്. അപ്പോൾ വാൾ ഹാങ്ങിങ്സ് വരില്ല. ഇനി നിങ്ങൾ കർട്ടൻസ് നോക്കുക. ഇവിടെ 7.88 എന്നുള്ളത് 8 എന്ന് എടുക്കുക. 12.21 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ 12 എന്ന് എടുക്കുക. ഓക്കെ, 8ൻ്റെ പാതി എത്രയാണ്? 4. ആ 4 ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. 8 + 4 12. അതിനർത്ഥം എന്താണ്? ഏകദേശം അപ്രോക്സിമേറ്റ്ലി 50+ ഇൻക്രീസ് ആണ് കർട്ടനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കർട്ടനാണ്. നമുക്ക് അടുത്തതിലും കൂടി നോക്കാം. ഇവിടെ നോക്കിയേ, 5 എന്നുള്ളത് എന്തായി? 10 ആയി. വാൾ സ്റ്റിക്കേഴ്സ് 2018 5 ആയിരുന്നു, 2019 എന്തായി? 10 ആയി. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഇൻക്രീസ്? എത്ര പെർസെൻറ്റേജ് ആണ്? 5 10 ഇരട്ടിയായി. അവിടെ ഇൻക്രീസ് 100% ആണ് അല്ലേ. അപ്പോൾ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? കർട്ടനാണ്. അപ്പോൾ നമുക്ക് ചെയ്യാതെ തന്നെ ഒറ്റയടിക്ക് ഉത്തരം എഴുതാം. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ എ, ബി, സി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കർട്ടൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് 13 ഒക്ടോബർ 2ാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. എക്സാം ഭയങ്കര ടഫായിരുന്നു. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. കാരണം ലെങ്തിയുമാണ്, കാൽക്കുലേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ടഫ് എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലൈസേഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ നിങ്ങൾ കറക്റ്റ് അറിയാവുന്നത് മാത്രം മാർക്ക് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നത് മാർക്ക് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ദിവസവും കാൽക്കുലേഷൻസ് ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ റീഡിങ് ഹാബിറ്റും കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ കോംപ്രിഹെൻഷൻ എബിലിറ്റി നമ്മുടെ കൂടുതലായാലും നമുക്ക് ഇപ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് അത് വായിച്ചിട്ട് എന്താണ് അതിൻ്റെ മെത്തേഡ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ ചോദ്യം, എന്താണ് കൺസെപ്റ്റ് എന്ന് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾ വായിക്കുകയും കൂടി ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിൽ കൂടുതൽ പ്രീവിയസ് പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.